കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന പക്ഷി ഏത്? കൊക്ക്, വേഴാമ്പൽ, പ്രാവ്, നീർക്കാക്ക. ഉത്തരം പ്രാവ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന അറിയപ്പെടുന്ന 3 പക്ഷിയിനങ്ങളിൽ ഒന്നാണ് പ്രാവ്. മറ്റുള്ളവ അരയന്യങ്ങളും എംപയർ പെൻഗ്വിനുകളുമാണ്. നീളമുള്ള മൂക്കിന്റെ അറ്റത്ത് മൂക്കുള്ള പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി, കിവി, സ്പാരോ, മരംകുത്തി. ഉത്തരം കിവി. കൊക്കിന്റെ അറ്റത്ത് നാസാരന്ധ്രങ്ങളുള്ള ലോകത്തിലെ ഏക പക്ഷിയാണ് കിവി. രാത്രികാല മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിവിക്ക് നന്നായി കാണാൻ കഴിയില്ല. പകരം അവർ അവരുടെ നല്ല ഗന്ധം ഉപയോഗിക്കുന്നു. കണ്ണുകൾ നഷ്ടപ്പെട്ടാൽ പുതിയത് വളർത്താൻ പറ്റുന്ന ജീവി ഏത്? നീരാളി, ഒച്ച്, സ്റ്റാർഫിഷ്, ആമ. ഉത്തരം ഒച്ച്. ഒച്ചിന് 4 കണ്ണുകൾ ഉണ്ട്. ഒച്ചിന്റെ കണ്ണ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ സമർത്ഥമായി പുതിയത് വളർത്തിയെടുക്കാൻ കഴിയും. 5 ഹൃദയമുള്ള ജീവി ഏത്? പാറ്റ, നീരാളി, വിര, ജെല്ലി ഫിഷ്. ഉത്തരം വിര. ഒന്നിലധികം ഹൃദയങ്ങളുള്ള ഏറ്റവും സാധാരണമായ മൃഗങ്ങളിൽ ഒന്നാണ് മണ്ണിരകൾ. മണ്ണിരകൾക്ക് 5 ഹൃദയങ്ങളുണ്ട്. വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പഴം ഏത്? പപ്പായ, ആത്തപ്പഴം, വാഴപ്പഴം, ഡ്രാഗൺ പഴം. ഉത്തരം വാഴപ്പഴം. വാഴപ്പഴത്തിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. വെറും വയറ്റിൽ പഴം കഴിക്കുന്നത് ഈ 2 പോഷകങ്ങളും രക്തത്തിൽ അധികമാകാൻ ഇടയാകും. ഇത് നിങ്ങളുടെ ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. എന്നാൽ ആഹാരശേഷം കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ മൂത്രം ചീറ്റുന്ന ജീവി ഏത്? മുതല, തവള, പല്ലി, നീരാളി. ഉത്തരം തവള. ശത്രുക്കൾ തവളയെ ഉപദ്രവിക്കാൻ വരുമ്പോൾ തവള ശത്രുവിന്റെ ദേഹത്തേക്ക് മൂത്രം ചീറ്റുന്നു. ശത്രു ആശയക്കുഴപ്പത്തിലാകുകയും അതുവഴി തവളയ്ക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടുകയും ചെയ്യും. നായകളെ ഓടിക്കാൻ ഏത് മൃഗത്തിന്റെ മൂത്രമാണ് നല്ലത്? കരടി, സിംഹം, മാൻ, കുരങ്ങ്. ഉത്തരം കരടി. കരടിയുടെ മൂത്രമാണ് നായകൾക്ക് ഏറ്റവും മികച്ച പ്രതിരോധം. ഭയത്തെ മറികടക്കാനും കരടിയെ വേട്ടയാടാനും ഒരു നായയെ പ്രത്യേകമായി വളർത്തിയില്ലെങ്കിൽ കരടിയുടെ അടുത്തെവിടെയും ഒരു നായ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹിരാകാശത്ത് ഗർഭിണിയായ ആദ്യത്തെ ജീവി ഏതാണ്? നായ, പൂച്ച, തത്ത, കാക്ക. ഉത്തരം കാക്ക. 2007 ബഹിരാകാശത്ത് ഗർഭം ധരിച്ച ആദ്യത്തെ ജീവിയായി ഹോപ്പ് എന്ന പേരുള്ള കാക്ക മാറി. വിധിപ്രകാരം ഗണപതിയുടെ ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണം നടത്തണം? 1, 2, 3, 4. ഉത്തരം 1. വിധിപ്രകാരം ഗണപതിയുടെ അമ്പലത്തിൽ 1 പ്രദക്ഷിണവും, ഭദ്രകാളിക്ക് 2, ശിവന് 3, കൃഷ്ണന് 4, ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6. വീട്ടുപകരണങ്ങളിൽ നിന്നുള്ള ദോഷകരമായ വികിരണം ആഗിരണം ചെയ്യാൻ കഴിവുള്ള ചെടി ഏത്? അരളി, തുളസി, കാക്ടിക്, മഞ്ഞൾ. ഉത്തരം കാക്ടിക്. കാക്ടിക് വായുവിലൂടെ ഒഴുകുന്ന നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യാനുള്ള തീവ്രമായ കഴിവുള്ള ചെടിയാണ്. കൂടാതെ വീട്ടുപകരണങ്ങളിൽ നിന്നുള്ള ദോഷമായ വികിരണം പോലും ഇത് ആഗിരണം ചെയ്യും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നാളെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.